അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 190 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപവാദ പ്രചരണങ്ങൾ 4 ഭാഗമാണ് ഇന്ന് പറയാനുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ 24 സൂറത്തായ സൂറത്തു നൂറിലൂടെ 11 മുതൽ 26 വരെയുള്ള ആയത്തിലൂടെ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അവരുടെ നിരപരാധിത്വവും വിശദീകരിക്കുന്നുണ്ട് ആ ആയത്തുകളിൽ. അപ്പോൾ ആ ആയത്തുകൾ പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. തീർച്ചയായും ഈ അപവാദം പറഞ്ഞു പരത്തിയവർ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു വിഭാഗമാണ്. അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കരുതേണ്ട, മറിച്ച് അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അവരിൽ ഓരോരുത്തർക്കും താൻ സമ്പാദിച്ച പാപത്തിന്റെ ഫലമുണ്ട്. അതോടൊപ്പം അതിന് നേതൃത്വം നൽകിയവന് കടുത്ത ശിക്ഷയുമുണ്ട്. ഇവിടെ കള്ളവാർത്ത എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ കള്ളവാർത്ത കൊണ്ടുവന്നിട്ടുള്ളവർ നിങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണെന്ന് പറയുന്നത് മുനാഫിക്കുകളെ കുറിച്ചാണ്. കൂടാതെ മിസ്തഫ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹസ്സാൻ ഇബ്നു താബിത്ത് റളിയല്ലാഹു അൻഹു, ഹംന റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, നമുക്ക് വ്യക്തമായി അറിയാത്ത ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ അതിൽ നമ്മളും ഭാഗവാക്കാകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഓതിയ ആയത്തിൽ പറയുന്നു, അവരിൽ ഓരോരുത്തരും അവർ പ്രവർത്തിച്ചിട്ടുള്ള പാപത്തിൻ്റെ ശിക്ഷ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയ ആൾക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന അപവാദ പ്രചരണങ്ങൾ ഒന്നും നോക്കാതെ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മളും അത്തരം കുറ്റക്കാരായി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപവാദ പ്രചരണങ്ങളിൽ അകപ്പെട്ട 3 സഹാബിമാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഹദ് ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. കാരണം അയാൾക്ക് വമ്പിച്ച ശിക്ഷ ഉണ്ട് എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നു എന്നുള്ളതാണ് അതിന് കാരണം. وقالوا هذا إفك مبين. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് സ്വന്തം ആളുകളെ പറ്റി നല്ലത് വിചാരിക്കാമായിരുന്നില്ലേ? ഇത് തികഞ്ഞ അപവാദമാണെന്ന് അവർ പറയാതിരുന്നത് എന്തുകൊണ്ട്? ലൗലാ ജാഉ അലൈഹി ബിഅർബഅതി ശുഹദാ فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. അവരെന്തുകൊണ്ട് അതിന് 4 സാക്ഷികളെ ഹാജരാക്കിയില്ല? അവർ സാക്ഷികളെ ഹാജരാക്കാത്തതിനാൽ അവർ തന്നെയാണ് അല്ലാഹുവിങ്കൽ അസത്യവാദികൾ. അതായത് സത്യവിശ്വാസികൾ എല്ലാം ഒന്നാകുന്നു. ഒരാൾക്ക് മറ്റേ ആളെക്കുറിച്ച് നല്ല വിചാരമാണ് ഉണ്ടായിരിക്കേണ്ടത്. അന്യോന്യം കുറ്റവും കുറവും കണ്ടാൽ മറച്ചു വെക്കണമെന്നും അങ്ങനെയാണ് സത്യവിശ്വാസികൾ തമ്മിൽ സ്വീകരിക്കേണ്ട നിലപാടെന്നും നമ്മളോട് അല്ലാഹു തആല പറഞ്ഞു തരുന്നു. അപ്പോൾ നല്ലവരായ 2 ആളെക്കുറിച്ച് ഇത്തരം അപവാദം എവിടെ നിന്ന് കേട്ടാലും അത് നുണയാണെന്നും കരുതുകയും നല്ല വിചാരം കരുതുകയും വേണ്ടത് എന്ന് അല്ലാഹു താക്കീത് നൽകുന്നു. തുടർന്ന് പറയുന്നു, വ്യഭിചാരാരോപണം തെളിയിക്കാൻ 4 സാക്ഷികൾ വേണം. അത് അവർ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് ചെയ്യാത്തപ്പോൾ അവർ കളവ് പറയുകയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ വിധി എന്നുള്ളതാണ്. അതായത് തെളിയിക്കാൻ കഴിയാത്ത കുറ്റം പരസ്യപ്പെടുത്തരുതെന്നും പ്രചരിപ്പിക്കരുതെന്നും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, لمسكم فيما أفضتم فيه عذاب عظيم.
ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഈ അപവാദ വാർത്തകളിൽ മുഴുകി കഴിഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ കഠിനമായ ശിക്ഷ ബാധിക്കുമായിരുന്നു. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. നിങ്ങൾ ഈ അപവാദം നിങ്ങളുടെ നാവുകൊണ്ട് ഏറ്റുപറഞ്ഞു. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞു പരത്തി. അപ്പോൾ നിങ്ങൾ അത് നന്നേ നിസാരമാണെന്ന് കരുതി. എന്നാൽ അള്ളാഹുവിങ്കൽ അത് അത്യന്തം ഗുരുതരമായ കാര്യമാണ്. അതായത് ശരിയായ അറിവും തെളിവും ഇല്ലാതെ കേട്ടതങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഈ സംഗതി നിസ്സാരമെന്ന് കരുതിയാണ് അവരത് ചെയ്തതെന്നും എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒട്ടും നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ളതാണെന്നും നമ്മളോട് തുടർന്ന് പറയുന്നു. سبحانك هذا بهتان عظيم. അത് കേട്ട ഉടനെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല? നമുക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ. ഇത് അതിഗുരുതരമായ അപവാദം. അതായത് എന്തെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സംഭവ്യതയും അതുപോലെ തെളിവും നോക്കാതെ അതിൻ്റെ ഗൗരവവും അതുപോലെ ഭവിഷ്യത്തും ആലോചിക്കാതെ അത് ഏറ്റുപാടുക, പ്രചരിപ്പിക്കുക എന്ന് പതിവാണ് ഇവിടെ. അതിനെയാണ് അള്ളാഹു താക്കീത് നൽകുന്നത്. തുടർന്ന് അള്ളാഹു തആല പറയുന്നു, അള്ളാഹു നിങ്ങളെ ഇതാ ഉപദേശിക്കുന്നു, നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ളത് ആവർത്തിക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളെ. ويبين الله لكم الآيات والله عليم حكيم. അള്ളാഹു നിങ്ങൾക്ക് അവന്റെ പ്രമാണങ്ങൾ വിവരിച്ചു തരുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. സത്യവിശ്വാസികൾക്കിടയിൽ അശ്ലീലം പ്രചരിക്കുന്നതിൽ കൗതുകം കാട്ടുന്നവർക്ക് ഇഹത്തിലും പരത്തിലും നോവുറ്റ ശിക്ഷയുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങളോ അറിയുന്നുമില്ല. ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലാതിരിക്കുകയും അള്ളാഹു കൃപയും കാരുണ്യവും ഇല്ലാത്തവനാവുകയുമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ആ അപവാദ പ്രചരണത്തോട് ആ സമൂഹം അന്ന് 4 തരത്തിലാണ് ജനങ്ങൾ പ്രതികരിച്ചതെന്നാണ്. അതിൽ ഒന്ന്, അപവാദം പടച്ചുണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കാൻ മുന്നിൽ നിന്നുവാം, അത് മുനാഫിക്കുകളായിരുന്നു. രണ്ടാമത്തത്, അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ, അവർ അവരുടെ നാവും ചെവിയുമെല്ലാം സംരക്ഷിച്ച് അവർ അതിൽ വിശ്വസിക്കാനും പോയില്ല അവിശ്വസിക്കാനും പോയില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒന്നും അവർ പറഞ്ഞില്ല. അതായിരുന്നു ഭൂരിപക്ഷ ആളുകളും ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മുസ്ലിങ്ങളായിരുന്നു, പക്ഷേ അവരത് കേട്ടത് അവർ പ്രചരിപ്പിക്കാൻ ഇടയായി. ആ 3 സഹാബികളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നാലാമത്തത്, അവർ കേട്ട ഉടനെ തന്നെ അതിനെ ശക്തമായിട്ട് എതിർത്ത സഹാബിമാരാണ്. ഇങ്ങനെ 4 രൂപത്തിലാണ് ആ ഒരു സംഭവത്തെ അവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല ശക്തമായി താക്കീത് നൽകുന്നത് മൂന്നാമത്തെ ആ വിഭാഗത്തെയാണ്. അതായത് അവരതിൽ പെട്ടുപോയ മുസ്ലിങ്ങളെ കുറിച്ചാണ്. അത്തരം പാളിച്ചകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതെ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ മുസ്ലിങ്ങളെക്കുറിച്ച് നിങ്ങൾ പരദൂഷണം പറയരുത്. നിങ്ങൾ ഒരാളുടെ കുറവുകൾ
ന്യൂനതകൾ അന്വേഷിച്ച് അയാളുടെ പുറകെ പോകരുത്. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ന്യൂനതകളും പിടികൂടും, അവൻ തൻ്റെ വീടിനകത്താണെങ്കിലും ശരി എന്നുള്ള ഹദീസാണ്. തുടർന്ന് വീണ്ടും അള്ളാഹു താല പറയുന്നു, أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. വിശ്വസിച്ചവരെ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റരുത്. ആരെങ്കിലും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുകയാണെങ്കിൽ അറിയുക, നീചവും നിഷിദ്ധവും ചെയ്യാനായിരിക്കും പിശാച് കൽപ്പിക്കുക. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ആരും ഒരിക്കലും വിശുദ്ധി വരിക്കുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു അവനിച്ഛിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. നിങ്ങളിൽ ദൈവാനുഗ്രഹവും സാമ്പത്തിക കഴിവുമുള്ളവർ തങ്ങളുടെ കുടുംബക്കാർക്കും അഗതികൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ നാടുവെടിഞ്ഞ് പലായനം ചെയ്തെത്തിയവർക്കും സഹായം കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അപവാദം പ്രചരിപ്പിച്ചതിൽ പങ്കുവഹിച്ച മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ആ ഒരു സംഭവമാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. തുടർന്ന് അല്ലാഹു തആല വീണ്ടും പറയുന്നു, الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم. പരിശുദ്ധരും ദുർനടപടിയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്തവരുമായ സത്യവിശ്വാസിനികളെ സംബന്ധിച്ച് ദുരാരോപണം ഉന്നയിക്കുന്നവർ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ തന്നെ നാവുകളും കൈകാലുകളും സാക്ഷി നിൽക്കുന്ന നാളിലാണ് അതുണ്ടാവുക. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. അന്ന് അള്ളാഹു അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം പൂർണ്ണമായി നൽകും. അള്ളാഹു തന്നെയാണ് പ്രത്യക്ഷമായ സത്യമെന്ന് അവർ അന്നറിയും. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കുള്ളവരാണ്. ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കും. പരിശുദ്ധകളായ സ്ത്രീകൾ പരിശുദ്ധരായ പുരുഷന്മാർക്കുള്ളതാണ്. പരിശുദ്ധരായ പുരുഷന്മാർ
പരിശുദ്ധകളായ സ്ത്രീകൾക്കും. ആളുകൾ ആരോപിക്കുന്ന കാര്യത്തിൽ അവർ നിരപരാധരാണ്. അവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ജീവിത വിഭവങ്ങളും. ഇപ്പം നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ കൈകാലുകളും നാവും ഇത്തരം കാര്യങ്ങളിൽ സാക്ഷി പറയും എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ വിനാശകരങ്ങളായ 7 പാപങ്ങൾ വർജിക്കുവേൻ. അപ്പോൾ ഏതാണ് ആ 7 പാപങ്ങൾ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, മാരണം ചെയ്യുക, അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ നീതിന്യായ പ്രകാരമല്ലാതെ കൊല ചെയ്യുക, പലിശ മുതൽ തിന്നലും, അനാഥരുടെ സ്വത്ത് തിന്നലും, പടപൊരുതുന്ന ദിവസം അതിൽ നിന്ന് പിന്മാറി പോരലും, അതുപോലെ പവിത്രകളും ശുദ്ധരുമായ സത്യവിശ്വാസികളുടെ സ്ത്രീകളെ വ്യഭിചാര ആരോപണം ചെയ്യലുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശത്തിൽപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരാം. ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.